വെൽക്കം ടു അവർ ന്യൂ ചാനൽ വൈബ്സ്. നമ്മൾ ഇതുവരെയുള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുടൻ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടില്ലെന്ന് പറയാം. കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട്, കുറച്ച് കളക്ഷൻസ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അത് നിങ്ങളോട് മുന്നിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്ന ഓർണമെൻറ്റ്സ് ഇതാണ്. മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു നല്ലൊരു മാലയാണിത്. നിങ്ങൾക്ക് സാരീൻ്റെ കൂടെയും എനിവൺ ചുരിദാറിൻ്റെ കൂടെ വരെ ഇത് പെയർ ചെയ്തിടാൻ പറ്റുന്നതാണ്. നല്ല സ്റ്റോണാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിൻ്റെ അടിയിലൊരു പേളും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മീഷോയിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തെ കളക്ഷനിലുള്ള മാലയാണിത്. ഇത് ഒരു നെക്ലേസ് സെറ്റാണ് ഫ്രണ്ട്സ്. നല്ല അടിപൊളിയായിട്ട് സാരീൻ്റെ കൂടിയും ചുരിദാറിൻ്റെ കൂടിയെല്ലാം നിങ്ങൾക്കിട്ട് ചെത്താവുന്നതാണ്. ഇതിൻ്റെ അടിയിലുള്ള ഒരു ചെറിയ ഇത് കണ്ടോ? ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ മാലയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, എന്നോട് മറന്നുപോയി. അപ്പോൾ ഇതും നല്ല ഒരു അടിപൊളി കളക്ഷനിൽ വരുന്ന മാലയാണിത്. ഇതും ഒരു നല്ല ഒരു ചോക്കറായിട്ട് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ കണ്ടോ, ഇതിലൊരു ഗണപതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ഗ്രീൻ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കൂടെ പെയർ ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മാലയാണ്. നല്ല രസമുണ്ട് കാണാൻ. 100 സംതിങ് എങ്ങാനേ ഉള്ളൂ ഇതിൻ്റെ വില വരുന്നത്. ഇത് നാലാമത്തെ ഒരു കളക്ഷനിൽ വരുന്ന ഒരു അടിപൊളി വൈറ്റ് പേളുള്ള ഒരു മാലയാണ്. നിങ്ങൾക്കിതെന്തായാലും സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റിയൊരു മാലയാണിത്. ഇത് നിങ്ങൾക്ക് ചോക്കറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് സാരീൻ്റെ കൂടെ ഒരു ചോക്കറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ മക്കൾക്കൊക്കെ സ്കേർട്ട് ആൻഡ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ ഇത് അടിപൊളിയായിരിക്കും. വാങ്ങിച്ചു നോക്കുക കേട്ടോ. ഒരു നല്ലൊരു അടിപൊളി കളക്ഷനാണ്. ചെറിയ റേറ്റ് മാത്രമാണ് ഇതിന് വരുന്നത്. ഈ അഞ്ചാമത്തെ കളക്ഷനിലുള്ള നല്ലൊരു നെക്ലേസ് സെറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ ഞാനൊക്കെ കല്യാണത്തിന് പോകുമ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എവിടുന്നാണ് വാങ്ങിച്ച്. നല്ല പിന്നെ റോസും പച്ചയും എന്നാൽ വെള്ളയൊക്കെ വരുന്നുണ്ട് ഇതിൽ. കല്ലിൻ്റെ കളറ് നല്ലൊരു പിന്നെ കളക്ഷനിൽ പെട്ടതാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതിൻ്റെ വർക്ക് നല്ല ചെറിയൊരു അരിമണി മൊട്ട് പോലെയാണ്. പാദസരത്തിനൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ചെറിയ മൊട്ടായിട്ടാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നല്ലൊരു മാലയാണ്. കുറേ വർഷങ്ങളായതുകൊണ്ട് ഇച്ചിരി ഡള്ളായതുപോലെ നിങ്ങൾക്ക് തോന്നിക്കാം. എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് ഇതുണ്ട്. നല്ലൊരു കളക്ഷനിൽ പെട്ടതാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ആറാമത്തെ സെറ്റാണ്. ഇത് പാർട്ടി വെയറും അതേപോലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചോക്കർ മോഡൽ ഒരു സ്റ്റൈലിലുള്ള ഒരു മാലയാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ഫംഗ്ഷനിലെല്ലാം പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും ഇങ്ങനത്തെ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ സ്റ്റൈൽ ഒരു മോഡൽ മാലയാണ്. ഒരു ഓവൽ ഷേപ്പും പിന്നെ ഒരു ഫ്ലവറും വന്നിട്ടുള്ള നല്ലൊരു ബ്ലൂ സ്റ്റോൺ കൊടുത്തിട്ടുള്ള നല്ലൊരു മാലയാണ്. ഗൈസ്, ഇത് നമ്മുടെ കയ്യിലുള്ള ഏഴാമത്തെ സെറ്റാണ്. കൂട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മാലയാണ് ഇത്. ഇവിടെ കുറച്ച് പഴയതാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബീഡ്സ് ഇളകിപ്പോയിട്ടുണ്ട്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരുപാട് വർഷം മുന്നേ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെ കൂടിയും നമുക്ക് ഇടാൻ പറ്റും. നല്ല ഭംഗിയുള്ളതാണ്. എന്നാൽ കുറച്ച് പഴയതാണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഷൈനിങ് ഉണ്ട്. 2 റോ വൈറ്റ് ബീഡ്സും പിന്നെ ഒരു പിങ്കിഷ് സ്റ്റോണും പിന്നെ ചെറിയ ചെറിയ ബീഡ്സ് ഹാങ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ചോക്കർ ഒരു നെക്ലേസ് മോഡൽ മാലയാണ്. നിങ്ങൾക്ക് മീഷോയിൽ ഇപ്പം അവൈലബിൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക്
അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നതായിരിക്കും വേണ്ടവർ ആവശ്യപ്പെട്ടാൽ. ഗൈസ്, ഇത് നമ്മുടെ കയ്യിലുള്ള 8ാമത്തെ മാലയാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുന്ദരി മാലയായത്. എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അതേപോലെ ഫുൾ സ്കേർട്ടും സാരിയും ധാവണി അങ്ങനത്തെ എല്ലാ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടിയൊക്കെ നല്ല ഒരു ഭംഗിയുള്ളൊരു മാലയാണ്. നല്ല ഷൈനിങ് ഉള്ള 2 കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഒരു സ്റ്റോൺ വർക്കാണ്. കാണാൻ സിമ്പിളാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കയ്യിലുള്ള 9ാമത്തെ മാലയാണ്. ഇത് നമുക്കൊരു ഗോൾഡൻ സ്റ്റൈലിലാണ്. അതിൽ പക്ഷേ ചെറിയൊരു സ്റ്റോൺ വർക്ക് ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മറ്റേ തിരൂർ പൊന്ന് സ്റ്റൈലാണ്, പക്ഷേ അങ്ങനെയല്ല. മീഷോന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചൊരു സെറ്റാണ്. കുറച്ച് വർഷം മുന്നേ ഉള്ള ഒരു കളക്ഷനാണിത് കയ്യിലുള്ള. അപ്പോൾ ഇത് സാരീൻ്റെ കൂടിയാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ. പക്ഷേ എല്ലാ ഡ്രസ്സിൻ്റെ കൂടിയും ഇത് കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫുൾ സ്കേർട്ട് മറ്റേ കസവിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടി ഇത് മാച്ച് ആവും. കാരണം ഇതിന് വർക്ക് ഒരു ഭംഗിയുള്ള ഒരു ഇതള് പോലെ ഇലേൻ്റെ ഒരു സ്റ്റൈലുള്ള ഒരു ട്രഡീഷണൽ അല്ല, പക്ഷെ ഒരു മോഡേൺ ലുക്കുള്ള ഒരു മാലയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു സിമ്പിൾ ലുക്ക്, നല്ലൊരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യും.